എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പഠിച്ച ലെസൺസ്, ഞാൻ എൻ്റെ മെൻറ്ററായ സിദ്ധാർത്ഥ് രാജശേഖറിൽ നിന്നും പഠിച്ച ലെസൺസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടൺസ് ഓഫ് വാല്യൂസ് അദ്ദേഹം പല പ്രോഗ്രാമുകളിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത വളരെ പ്രധാനപ്പെട്ട മേജർ പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. യെസ്, lessons from my mentor Siddharth Rajshekhar. Yes. First one, focus is the most valuable asset. Focus is the most valuable asset. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോക്കസ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഫോക്കസ് ഈസ് ദി മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. ഫോക്കസ്ഡ് ആയിരിക്കണം. ഫോക്കസിന് പെട്ടെന്ന് വരുന്ന ഒരു സ്റ്റോറി എൻ്റെ മനസ്സിൽ വരുന്നത്, നമുക്കറിയാം അർജുനൻ്റെ ദ്രോണാചാര്യൻ്റെ കഥ. നിങ്ങൾക്കറിയാവുന്ന കഥയാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ദ്രോണാചാര്യർ അർജുനനോട് ചോദിച്ചു, അർജുന, ആ വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയുടെ കണ്ണ് നീ കണ്ടോ? അർജുൻ പറഞ്ഞ മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വൃക്ഷം കാണുന്നില്ല ഗുരുനാഥ, വൃക്ഷം കണ്ടില്ല, പക്ഷിയും കണ്ടില്ല, എന്നാൽ പക്ഷിയുടെ കണ്ണ് മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതാണ് ഫോക്കസ്. സോ ഫോക്കസ് ഈസ് ദി മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. യു വിൽ സക്സസ് ഡെഫിനറ്റ്ലി. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും, ശരിയായ ഫോക്കസ് ഉണ്ടെങ്കിൽ. യെസ്. നെക്സ്റ്റ് വൺ, ഡോണ്ട് ബി ചീപ്പ് ഓൺ ദി ജേർണി ടു ഗ്രേറ്റ്നെസ്. ഇപ്പം ഈ ഡിജിറ്റൽ ഇൻഡസ്ട്രി, ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ മേഖലയിൽ ഒരുപാട് ടൂൾസ് വാങ്ങേണ്ടതുണ്ട്. സോഫ്റ്റ്വെയർ ആണെങ്കിലും മറ്റ് ഹാർഡ്വെയർ ഐറ്റംസ് ആണെങ്കിലും മേടിക്കാനുണ്ട്. അല്ലെങ്കിൽ ബുക്സുകളാണെങ്കിലും ഇ ബുക്കായാലും അല്ലെങ്കിൽ ഫിസിക്കൽ ബുക്കാണെങ്കിലും വാങ്ങേണ്ടതുണ്ട്. കാരണം ഒരു നോളജ് ബേസ്ഡ് പ്രൊഫഷൻ ആയതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇത് തന്നെയുണ്ട്. സോ ഇതെല്ലാം പൈസ കൊടുത്ത് ഞാൻ വാങ്ങണോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ഈ കോഴ്സ് വാങ്ങണോ, ഇതൊക്കെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടത്തില്ലേ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ലേ എന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട്. അവരൊന്നും എങ്ങും എത്തത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? തോട്ട് അങ്ങനെ ചിന്ത അങ്ങനെ ആയതുകൊണ്ട് ആ രീതിയിലേ അവർ കാര്യങ്ങൾ തേടിയെത്തത്തുള്ളൂ. നമ്മൾ നല്ല സാധനങ്ങളാണെങ്കിൽ, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാവണം. വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ഡോണ്ട് ബി ചീപ്പ് ഓൺ ദി ജേർണി ടു ഗ്രേറ്റ്നെസ്. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, സിസ്റ്റം വർക്ക്സ് പീപ്പിൾ ഫെയിൽ. പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ മെൻറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഏതൊരു ബിസിനസ്സിനാണെങ്കിലും കൺസൾട്ടൻറ്റ് പറയുന്ന കാര്യം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കാരണം ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്, അത് പ്രൂവൺ സിസ്റ്റമാണ്. അല്ലാതെ നമ്മളുടെ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യരുത് ഈ ഒരു വിഷയങ്ങളിൽ. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരാജയത്തിലേക്ക് പോകും. സോ സിസ്റ്റം വർക്ക്സ് പീപ്പിൾ ഫെയിൽ. സിസ്റ്റം വർക്ക് ചെയ്യും, ആ സിസ്റ്റത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, വേർഷൻ 1 ഈസ് ബെറ്റർ ദാൻ വേർഷൻ 9. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രമാത്രമുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേറ്റർ അല്ല. കാരണം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇപ്പം 8ാമത്തെ വീഡിയോ ആണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഓൺലൈൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആരും ഒരിക്കലും ഒരു പെർഫെക്റ്റായിട്ട് ആരും ജനിക്കുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. പെർഫെക്ഷനൊക്കെ തന്നെ വന്നോളൂ, മടിച്ച് നിൽക്കില്ല. ജസ്റ്റ് ഡു ഇറ്റ്. സോ വേർഷൻ 1 ഈസ് ബെറ്റർ ദാൻ വേർഷൻ 9. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല കാര്യങ്ങളും വരും. അപ്പോൾ അങ്ങ് ചെയ്യുക. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്തെങ്കിലും ചെയ്യുന്നതാണ്. വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്.
നെക്സ്റ്റ് വൺ, ബി എ മിനിമലിസ്റ്റ് ആൻഡ് ബി സ്പിരിച്വൽ. നമുക്ക് അറിയാം, ഇപ്പം ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പം സ്റ്റീവ് ജോബ്സ്, ഇപ്പം എല്ലാം നമ്മുടെ കേരളത്തിലെ ബൈജു രവീന്ദ്രൻ, ബൈജു സാപ്പിൻ്റെ, മാർക്ക് സുക്കർബർഗ്, ഒരുപാട് പേരുണ്ട് അല്ലേ. ഇവരുടെയൊക്കെ ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു മനോരമയിലോ മാതൃഭൂമിയിലോ ചാനലിൽ ഒരു ബൈജു രവീന്ദ്രനോടൊരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് യൂസഫ് അലിയുള്ളൊരു പ്രോഗ്രാം നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ പ്രോഗ്രാമിലും എന്തുകൊണ്ടാണ് ബൈജു നിങ്ങൾ ഒരു ടീഷർട്ട് മാത്രം ഇടാറുള്ളൂ, എന്തുകൊണ്ടാണ്? കാരണം അനാവശ്യമായിട്ട് ഡ്രസ്സ് വാങ്ങിക്കൂട്ടി അതിലേക്ക് നമ്മുടെ സമയം, നമ്മുടെ എനർജി വേസ്റ്റാക്കാൻ ടൈമില്ല. വളരെ കുറച്ച് പോകുന്ന ജീവിതമേ ഉള്ളൂ അല്ലേ. ഡ്രസ്സിലല്ല കാര്യം, ഔട്ട്പുട്ടിലാണ് കാര്യം, വർക്കിലാണ് കാര്യം, പ്രൊഡക്ടിവിറ്റിയിലാണ് കാര്യം. സോ അതിന് സമയമില്ല. എനിക്ക് വളരെ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ, ഒരു 5-6 ടീഷർട്ട് മാത്രമേ ഉള്ളൂ, 2-3 ജീൻസും ഉള്ളൂ. മതി, ദാറ്റ്സ് ഇറ്റ്. വളരെ ചെറിയൊരു ജീവിതം അല്ലേ. ഒരുപാട് വാങ്ങിക്കൂട്ടുക എന്നുള്ള ഒരു ഫിലോസഫി എനിക്കില്ല. അതായത് നമുക്കിപ്പം എവിടെയെങ്കിലും പോകണമെങ്കിലാണെങ്കിലും നമുക്ക് വളരെ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ, ഓക്കെയാണ്. നമുക്ക് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യം, ഇപ്പോൾ നമ്മുടെ റൂമിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇല്ല, അവിടെ ഇവിടെ വലിച്ചു വാരിയിട്ടുണ്ട് വയ്ക്കും, അതതിൻ്റെ ആവശ്യമില്ല. ബി എ മിനിമലിസ്റ്റ്. അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്, അതിനകത്തൊരു എന്താ പറയുക, ഒരു എനർജി ഉണ്ട്, അതിനകത്തൊരു ഗ്രേസ് ഉണ്ട്. അതൊരു അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. ബട്ട് നല്ല സാധനങ്ങൾ വാങ്ങണം. ഈ പറഞ്ഞ ഡോണ്ട് ബി ചീപ്പ് ഓൺ ദി ജേർണി ടു ഗ്രേറ്റ്നെസ്. നല്ല സാധനങ്ങൾ, ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഡ്രസ്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഏത് സാധനങ്ങളാണെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. യെസ്. നെക്സ്റ്റ് വൺ ഈസ് ആൻഡ് ബി സ്പിരിച്വൽ. നമുക്കറിയാം, ഞാൻ ഈശ്വരൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തു തന്നെയായാലും ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തതിൻ്റെ പിന്നിൽ യൂണിവേഴ്സ് വർക്ക് ചെയ്തതിൻ്റെ പിന്നിലൊരു എന്തായാലും ഒരു എനർജി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വലിയൊരു ബ്ലൈൻഡായിട്ടുള്ളൊരു ബിലീഫിൽ ആവശ്യത്തിന് ബി സ്പിരിച്വൽ. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഡോണ്ട് കോപ്പി ക്രൗഡ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഡോണ്ട് കോപ്പി ക്രൗഡ്. ഇപ്പം വീട്ടിൽ പലപ്പോഴും വരുന്ന സംസാര വിഷയം പൊതുവേ വരുന്നത്, അയ്യോ അവരങ്ങനെ ചെയ്തില്ല, നമുക്കൂടെ അങ്ങനെ ചെയ്തുകൂടെ, അവർ ഇത് ചെയ്തില്ല, നമുക്കൂടെ എന്നാൽ അത് അങ്ങോട്ട് പോയിക്കൂടെ, അല്ലെ അത് വാങ്ങിക്കൂടെ. ശരിയാണോ? ഡോണ്ട് കോപ്പി ക്രൗഡ്. മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അവരിലൊരാളായിപ്പോകും. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട് ശിവഖേരയുടെ, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. ജീവിതത്തിൽ വിജയിച്ച ആളുകൾ, സക്സസ് ആയിട്ടുള്ള ആളുകൾ, അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഡോണ്ട് കോപ്പി ക്രൗഡ്. നെക്സ്റ്റ് വൺ, ബി എ സ്പീഡ് ഇംപ്ലിമെൻ്റർ. ഇപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു, ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, 21 ദിവസം നിങ്ങൾ പോഡ്കാസ്റ്റിങ്ങും വീഡിയോസും ചെയ്യുക. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, കാരണം നേരത്തെ വീഡിയോ ചെയ്ത് പരിചയമില്ല. ലൈവ് സെഷൻസ് എടുത്തിട്ടുണ്ട്, വാട്സപ്പിലും മറ്റ് സൂമിലൂടെയൊക്കെ, അല്ലാതെ യൂട്യൂബ് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒന്നും നോക്കിയില്ല. ഇതിപ്പോൾ എൻ്റെ 8ാമത്തെ വീഡിയോ ആണ്. പെർഫെക്ഷനൊക്കെ 2ാമത്തെ കാര്യം. ബി എ സ്പീഡ് ഇംപ്ലിമെൻ്റർ. നമ്മൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കരുത്, സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കുക. സോ നെക്സ്റ്റ് വൺ, ബിലീവ് ദി ലോ ഓഫ് കർമ്മ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിലീവ് ഇൻ ദ ലോ ഓഫ് കർമ്മ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളെ തേടിയെത്തും, ഗ്യാരൻ്റിയാണ്. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ എന്താണോ ഒരു വ്യക്തിയോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യക്തിയോടായിക്കോട്ടെ ആരോടും ആയിക്കോട്ടെ, എങ്ങനെയാണോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ആ റിസൾട്ട് നിങ്ങളെ തേടിയെത്തും, അത് നല്ലതായാലും ചീത്തയായാലും. സോ ബിലീവ് ഇൻ ദി ലോ ഓഫ് കർമ്മ.
വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പോയിൻ്റാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഗിവ് 10% ബാക്ക് ടു ചാരിറ്റി ആൻഡ് കോസസ് ദാറ്റ് യു ആർ ബിലീവിങ്. പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ എത്ര പേര് നിങ്ങളിൽ എത്ര പേര് ചാരിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊക്കെ കാരണങ്ങളുണ്ടോ അതിലേക്ക് നിങ്ങൾ 10% നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, അയ്യോ എനിക്ക് എൻ്റെ പൈസ ഇല്ല, ഞാൻ എങ്ങനെ കൊടുക്കും? നമ്മുടെ പൈസ ഉണ്ടോ ഇല്ല, കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ കൊടുത്ത് ശീലമാക്കൂ. കിട്ടുന്നതിൻ്റെ 10% കൊടുക്കാൻ പറയുന്നുള്ളൂ, 50% മുഴുവൻ കൊടുക്കാൻ പറയുന്നില്ല. 10% ടെമ്പിൾസ് ആയിക്കോട്ടെ, ചർച്ചസ് ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനാഥാലയങ്ങളായിക്കോട്ടെ, കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, വിവാഹ സംബന്ധമായ എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഏരിയ ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. അത്ഭുതകരമായ റിസൾട്ടാണിത്. നിങ്ങൾ ഇന്നു മുതൽ ഇതൊരു ശീലമാക്കുക. എല്ലാ മാസവും 10% നിങ്ങൾ കൊടുക്കുക. പണ്ടുള്ളവർ പറയാറുണ്ട്, കൊടുക്കും തോറും ഉയരിടും. അതെല്ലാം സത്യമാണ്. നിങ്ങൾ അത്ഭുതപ്പെടും. ഇതൊരു മിറാക്കിളാണ്. അത്ഭുതം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ കൊടുക്കുന്നത് ഒരു ശീലമാക്കുക. നെക്സ്റ്റ് വൺ, റൈറ്റ് യുവർ ഗോൾ എവറി ഡേ. നിങ്ങൾ വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ബട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഗോള് അത് നിങ്ങൾ ഡെയിലി എഴുതുക. എനിക്ക് ഗോൾ ഡയറി ഉണ്ട്. ഞാൻ രാവിലെ എഴുതുന്നുണ്ട്, കൃത്യമായിട്ട് എഴുതും. ഞാൻ ഇതിപ്പം മെയ് മാസം, ഏപ്രിൽ, മാർച്ച് മാസം ഞാൻ എഴുതി തുടങ്ങിയ, മാർച്ചിൽ എന്തൊക്കെയാണോ ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്, ഞാൻ ആ ഗോൾ ബുക്ക് ഡയറിയിൽ എഴുതി. അത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അത്ഭുതകരമായ സംഗതി. ഇതെങ്ങനെയാണ്, അല്ല എങ്ങനെ അച്ചീവ് ചെയ്യും, അല്ല എങ്ങനെ അത് സാധിക്കും എന്ന് വിചാരിക്കരുത്. ഞാനങ്ങനെ വിചാരിച്ചില്ല, അത് എന്നിലേക്ക് തേടിയെത്തി. എന്തൊക്കെയാണ് ചെയ്യുക അത് കംപ്ലീറ്റ് ഞാൻ ആ ഒരു മന്തിൽ കേട്ടോ, മാർച്ച് മാസത്തിൽ എന്തൊക്കെയാണോ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കംപ്ലീറ്റ് ഞാൻ നേടിയെടുത്തു. അത് ഈ ഗോൾ റൈറ്റിങ്ങിലൂടെയാണ്. നെക്സ്റ്റ് വൺ, ഡെയിലി ലിസൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് ബൈ ഏൾ നൈറ്റിംഗേൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസിൽ നോക്കിയാൽ മതി. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് ബൈ ഏൾ നൈറ്റിംഗേൽ. ഇതൊരു മാജിക്കൽ ഓഡിയോ ക്ലിപ്പാണ്. ഞാൻ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പല ട്രെയിനേഴ്സിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പല മാർക്കറ്റിംഗ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്, മോട്ടിവേഷൻ ആണെങ്കിൽ മൈൻഡ് പവർ പ്രോഗ്രാമാണ്, പലതരത്തിലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതുപോലൊരു ഓഡിയോ ക്ലിപ്പ് ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് ഗ്ലോബലി ഓൾ ഓവർ ദി വേൾഡ് ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകളെ വിജയത്തിലേക്ക് നയിച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. അതായത് ഒരു ട്രെയിനിങ്ങിനും കഴിയാത്ത കാര്യം. നിങ്ങളെ ഈ ഓഡിയോ ക്ലിപ്പ് മാറ്റും. നിങ്ങൾ രാവിലെയും വൈകിട്ടും, രാവിലെ എഴുന്നേറ്റ ഉടനെ വൈകിട്ട് കിടക്കാൻ നേരവും ഈ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് നിങ്ങൾ കേൾക്കുക. നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ നിങ്ങളൊരിക്കലും അതേ വ്യക്തി ആയിരിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. ഇതൊരു മാജിക്കൽ ഓഡിയോ ക്ലിപ്പാണ്. നിങ്ങളുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ് ഇത് റീ എൻജിനീയറിങ് ചെയ്യും. ഒരു ട്രെയിനിങ്ങിനും ഇത്രയും ഒരു ഇത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. യു വിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫോം, യു വിൽ സക്സസ്. സോ പ്ലീസ് ലിസൺ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് by Earl Nightingale. Yes. Next one,
ലേൺ ആൻഡ് ടീച്ച് സൈമിൾട്ടേനിയസ്ലി. ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ഒരുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പഠനം മാത്രമാകരുത്, അല്ല പഠിപ്പിക്കൽ മാത്രമാകരുത്, രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ നോളജുകൾ നിങ്ങളിലേക്ക് വരും. നെക്സ്റ്റ് വൺ, ബി ട്രൂത്ത്ഫുൾ. ജനറലായിട്ടുള്ള കാര്യമാണ്, എപ്പോഴും പറയാറില്ലേ, ട്രൂത്ത്ഫുൾ, സത്യസന്ധരായിരിക്കുക, സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക. ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഒരിക്കലും ചെയ്യരുത്. ബി ട്രൂത്ത്ഫുൾ. നെക്സ്റ്റ് വൺ, ഫോളോ വൺ മെൻറ്റർ അറ്റ് എ ടൈം. നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ബിസിനസ് മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹം പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ യു വിൽ സക്സസ്. കാരണം ഒരുപാട് വെള്ളത്തിൽ നമുക്ക് കാല് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒരു സ്ഥലത്ത് മാത്രം കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്ന് പറയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഴിക്കുന്നതിനൊക്കെ നല്ലതാണ് ഒരു സ്ഥലത്ത് കുഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മെൻറ്ററിൽ മാത്രം വിശ്വസിക്കുക, അദ്ദേഹത്തെ ഫോളോ ചെയ്യുക. മറ്റുള്ള ആളുകൾ തെറ്റാണെന്നല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരാളെ സെലക്ട് ചെയ്യുക. ശരിക്കും അവർ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ആൾ നിങ്ങളിലേക്ക് വരും. ഇതാണ് എൻ്റെ അനുഭവം. യെസ്. നെക്സ്റ്റ് വൺ, അൺസബ്സ്ക്രൈബ് ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു പോയിൻ്റാണ്. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഡിജിറ്റൽ ഇൻകം, മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഡിജിറ്റൽ ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോജിക്ക് എനിക്ക് പിടികിട്ടിയില്ല. സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം വേണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണ്ടേ. ഇത് ജനറലായിട്ടുള്ള ഒരു ഇതാണ് എനിക്കും തോന്നിയത്. ശരിയല്ലേ? എന്നാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അത് നഷ്ടപ്പെടുത്തും. ഒരിക്കലും അത് ചെയ്യരുത്. അൺസബ്സ്ക്രൈബ്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഇടം കണ്ടെത്തുന്നിടം വരെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് നഷ്ടപ്പെടും. നമുക്കറിയാം, ഒരു ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ, യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഒരു വീഡിയോ കൊണ്ട് അല്ലെ ഒരു പോസ്റ്റ് കൊണ്ട് അതിൻ്റെ കമൻറ്റ് കണ്ടു, അതിൻ്റെ ട്രോള് കണ്ടല്ലേ, കണ്ടിന്യൂസ് നമ്മൾ കണ്ടു, സമയം പോകുന്ന അറിയത്തില്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. യെസ്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്റർ ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ പ്രൈം എന്തായാലും അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇഫ് യു വാണ്ട് മോർ പ്രൊഡക്റ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് ടു സേ നോ. നിങ്ങളൊരു ആരെന്ത് പറഞ്ഞാലും നമുക്ക് നാളെ അവിടം വരെ പോകാം, നീ വരുമല്ലോ, നീ കാണുമല്ലോ അല്ലേ, അതെ ഞാൻ കാണും, നീ അവിടെ ഉണ്ടാവുമോ, ഞാൻ അങ്ങോട്ട് വരുമോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതായത് പ്രൈമറി കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി എല്ലാത്തിനും യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ തന്നെ ഫ്യൂച്ചർ നിങ്ങൾ ഇല്ലാതാക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ഒരിക്കലും അത് പാടില്ല. പ്രത്യേകിച്ച് കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഫോൺ ഒരുപാട് കോൾസ്, ഇപ്പം ഞാനാണെങ്കിൽ ഒരുപാട് കോൾസുകൾ എടുക്കാറില്ല. നേരത്തെ ഉണ്ടായിരുന്ന കണ്ടിന്യൂസ് കോളുകൾ മാത്രമേ ഉള്ളായിരുന്നു. നമ്മളൊരു കാര്യം ഒന്നിനും സമയം കിട്ടത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രാക്ടീസ് ടു സേ നോ. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം
ആയിരക്കണക്കിന് ആളുകളെ മാറ്റിമറിച്ച പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. സിദ്ധാർത്ഥ രാജശേഖർ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 11,000-ഓളം സ്റ്റുഡൻസ് ഗ്ലോബലി ഓൾ ഓവർ ദി വേൾഡ് ഉണ്ട്. 15ഓളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലൂടെ, അദ്ദേഹത്തിൻ്റെ കോഴ്സിലൂടെ 1 കോടിക്ക് മേൽ ഏൺ ചെയ്ത് കഴിഞ്ഞു. 100-ലധികം ആളുകൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ആ പോയിൻറ്റ്സൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി വിൻ. സക്സസ് ഈസ് ഇൻ യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ആഴ്ചയിലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഐ വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു. സൈനിങ് ഓഫ്.